അപ്പോൾ ഇനി കവറൊന്നും കിട്ടിയാൽ വെറുതെ കളയില്ല കേട്ടോ. കവർ വെച്ച് ദേ അടിപൊളി ഒരു ഓർഗനൈസറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ട് കാണാൻ? അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടാലോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്കോ എന്ത് വേണമെങ്കിലും ഇട്ട് വെക്കാം കേട്ടോ. പിന്നെ കവറിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും. അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് കവർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗം ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി അതിനുശേഷം ഞാൻ ഇതുപോലെ കവറ് ഇതുപോലെ പകുതിയായിട്ട്, അതായത് ഉള്ളിൽ നിന്ന് തിരിച്ചിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് വീഡിയോയിൽ കാണിക്കുന്ന പോലെ, ഞാൻ പറയുന്ന കാട്ടി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഈ പകുതി പോലെ ഇങ്ങനെ ആക്കി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കാർഡ്ബോർഡിൻ്റെ അളവ് കണ്ടല്ലോ, കുറച്ച് ഗ്യാപ്പ് വരണം. സെൻറ്ററിൽ വെച്ചാൽ അപ്പുറം ഇപ്പുറം ഗ്യാപ്പ് വരുന്ന 2 കാർഡ്ബോർഡ് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ പകുതിയെക്കാട്ടിയും കുറച്ചുകൂടെ നീളമുള്ള, കുറച്ചുകൂടെ വലിപ്പമുള്ള 2 കാർഡ്ബോർഡും കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് സെൻറ്ററിലേക്ക് ഇതുപോലെ കാർഡ്ബോർഡ് വെച്ചിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പം ഇതുപോലെ കിട്ടും. ഇനി ബാക്കി 2 കാർഡ്ബോർഡും നമ്മളിതുപോലെ സൈഡിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കണം. ശ്രദ്ധിച്ചിറക്കുക, മെല്ലെ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ തിരിച്ച് വെക്കുക. സൈഡ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ച് വെക്കുമ്പോൾ നമുക്കൊരു ബോക്സ് പോലെ കിട്ടും. ഇനി അതിൻ്റെ ഉള്ള എക്സ്ട്രാ ഒരു പീസും കൂടെ ഇതുപോലെ ഇറക്കി വെക്കുക. അപ്പോൾ നമ്മുടെ ഓർഗനൈസർ റെഡിയായി. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബൈ.